പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഡെയിലി മന്ന അപ്പോസ്തലിക് അസംബ്ലി മീഡിയയിലൂടെ നമുക്കൊരു തിരുവചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം എൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കുന്നു. ആ കാലത്തെ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയിരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം അങ്ങയുടേതാണ്. ഹല്ലേലൂയ. വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നടത്തണം. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ കാലത്തെ ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ആ സമയത്ത് ഹല്ലേലൂയ, അവിടെ ഹെരോദ രാജാവിൻ്റെ ആ കാലത്ത് പലരെയും പീഡിപ്പിക്കുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു. ചിലരെ വാൾ കൊണ്ട് കൊന്നപ്പോഴും അത് യഹൂദന്മാർക്ക് വളരെ പ്രസാദമായി തോന്നുവാനിടയായി. അത് കണ്ടുകൊണ്ടാണ് പത്രോസിനെ പിടിക്കുവാനിടയായത്. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് അവനെയും തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. പത്രോസ് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഭയുണ്ടായിരുന്നു. ശ്രദ്ധയോട് പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. പത്രോസിന്റെ മേല് ദൈവിക വിളിയുള്ള പത്രോസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, പത്രോസിന് ദൈവം ഒരു അധികാരം കൊടുത്തു. ഹല്ലേലൂയ. പത്രോസ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. പത്രോസിന് ഒരു അധികാരത്തിന്റെ താക്കോൽ, ആ സഭയുടെ ഒരു താക്കോലാണ് പത്രോസിന്റെ മേൽ ദൈവം കൊടുക്കുവാനിടയായത്. ചില അധികാരം ദൈവജനമേ, ചില അധികാരം ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുമ്പോൾ ഈ നാളുകളിൽ നീ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെയാണ് ഏൽപ്പിക്കുവാനിടയായത്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോട് അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ ദിവസങ്ങളിൽ ജയിലറയിൽ കിടക്കുന്ന അനേക ദൈവദാസന്മാർ, പത്രോസിനെ പോലെ അനേക ദൈവദാസന്മാർ ജയിലറയിൽ കിടപ്പുണ്ട്. ആ ജയിലറയിൽ കിടക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന വളരെ ആവശ്യമായി വേണ്ടത്. ഹല്ലേലൂയ. അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ബന്ധിക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഇവിടെ പറയുന്നു, തലേ രാത്രി പത്രോസ് 2 ചങ്ങലയിലും ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ അവർ ഉറങ്ങുകയായിരുന്നു. അവന് സമാധാനത്തോട് അവൻ കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ. അവനൊരു ഭയമില്ലായിരുന്നു. ആ കാരാഗൃഹത്തിൽ കൊണ്ടിട്ടപ്പോഴും അവന് ഭയമില്ലായിരുന്നു. പൗലോസും സീലാസിനെയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, അർദ്ധരാത്രിയിൽ അവർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനിടയായി. അവിടെ കാരാഗൃഹത്തിന്റെ ചെങ്ങലകൾ അഴിയുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവജനമേ, എന്നെയും നിന്നെയും തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പടയാളികളുടെ നടുവിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുവാണ്. അവൻ എന്ത് സംഭവിക്കുമെന്ന്, എനിക്കും നിനക്കും എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുമ്പോൾ, മറ്റുള്ളവർ കാത്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ മേല് അണലി ചുറ്റിയപ്പോൾ ബർബരമാ നോക്കിയിരുന്നു അവൻ എന്ത് സംഭവിക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ ദൈവജനമേ, എനിക്കും നിനക്കും എന്ത് സംഭവിക്കുമെന്ന്
നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം കാരാഗ്രഹം എനിക്കും നിനക്കും കാത്തുകൊണ്ടിരിക്കുവാണ്. എന്നാൽ പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. പത്രോസിന്റെ അടുക്കല് ദൈവത്തിന്റെ ദൂതന് മാത്രമേ അവിടെ കടന്നു ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഹല്ലേലൂയ ദൈവജനമേ, ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലക്കാരത്തി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. ആ ഹല്ലേലൂയ 7 ഭൂതം വാദിച്ച് ആരോടും ഹല്ലേലൂയ പുറലോകം എന്താണെന്ന് അറിയുവാൻ കഴിയാതെ ഇരുന്ന ആ വ്യക്തിയെ കുറിച്ചാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെടുവാനിടയായത്. എന്നാൽ കർത്താവിന്റെ ദൂതൻ പത്രോസിന്റെ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ തട്ടി ഉണർത്തിയ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൂതൻ കടന്നു വന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 1,85,000 പേരെ ഹല്ലേലൂയ സംഗ്രഹിക്കുന്നതാണ് ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഈ ദിവസങ്ങളിൽ എൻ്റെ നിന്റെ വിഷയത്തിന്റെ മേല ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തിന്റെ മേല ആ ദൂതൻ എനിക്കും നിനക്കും വേണ്ടി വിടുതൽ തരുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഞാനും നീ ഉറങ്ങിക്കിടക്കുവാൻ ഉള്ളവരല്ല. ഈ ദിവസങ്ങളിൽ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിക്കുവാൻ കാരണമായത് അവൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ദൈവത്തിന്റെ വെളിച്ചം അവൻ കാണുവാനിടയായത്. ഹല്ലേലൂയ. പടകിനകത്ത് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. ആ പടക് ഹല്ലേലൂയ കാറ്റും തിരമാലകളും അവിടെ ആഞ്ഞടിച്ചപ്പോൾ ആ പടകിനകത്ത് നാഥൻ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ആ നാഥൻ അവിടെ ഉണ്ടായിട്ട് പോലും അവിടേതായ ശിഷ്യന്മാർക്ക് ഭയം വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവജനമേ, കർത്താവിനെ ഉണർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഈ നാളുകളിൽ നമ്മൾ ഉണരേണ്ടത് ആവശ്യമാണ്. ദൈവജനത്തിനു വേണ്ടി നമ്മൾ ഉണരുവാൻ താല്പര്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ ആത്മാക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഉണരുവാൻ ഞാനും നീയും തയ്യാറാകുമ്പോൾ, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഇവിടെ പറയുന്നു ഹല്ലേലൂയ, പത്രോസിനോട് വിലാപ്പുറത്ത് തട്ടിയിട്ട് വേഗം എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഈ ദിവസങ്ങൾ ഒരു ദൈവ പൈതലിനെ ദൈവം ഉണർത്തി എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ ജീവിതങ്ങൾക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി ഇടിവ് നിൽക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ നശിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി, അനേക മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി നമ്മളെ ഈ നാളുകളിൽ തട്ടി ഉണർത്തുമ്പോൾ ഉടനെ അവന്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. ഈ ദിവസങ്ങളിൽ എന്നെ നിന്നെ മുമ്പോട്ട് വിടാത്ത ചില ആത്മീക മണ്ഡലത്തില്, ഭൗതിക മണ്ഡലത്തില് എന്നെ നിന്നെ ഒതുക്കുന്ന ചില ചെങ്ങലകളുണ്ട്. ഒരു സ്റ്റെപ്പ് പോലും നിന്നെ കടത്തിവിടത്തില്ല. നിന്റെ പ്രാർത്ഥനയില്, നിന്റെ ആരാധനയില്, നിന്റെ ശുശ്രൂഷയില് നിന്നെ ഒതുക്കുന്ന അനേക ചെങ്ങലകൾ നിന്റെ മുമ്പിൽ കിടപ്പുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൂതൻ ആ ചെങ്ങല ദൂതൻ വന്ന് തട്ടി ഉണർത്തപ്പോൾ അവന്റെ ചെങ്ങലകൾ അഴിയുവാനിടയായി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. ഈ ദിവസങ്ങളിൽ ദൈവജനമേ, നമ്മൾ അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. ചെരുപ്പെന്ന് പറയുന്നത് ഒരു ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ സർവായുധ വർഗത്തെ കുറിച്ച് എഫെസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അരയ്ക്ക് സത്യവും നീതി എന്ന കവചവും, ഹല്ലേലൂയ അതിനെ കുറിച്ച് സുവിശേഷത്തിന് അത് കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവജനം എങ്ങനെയായി തീരണമെന്നുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കുവാണ്. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. പത്രോസിന്റെ അറയിൽ ചെന്നപ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ അറയിലാണ് ദൈവത്തിന്റെ ദൂതൻ കടന്നു ചെല്ലുന്നത്. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന റൂമിനകത്ത് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. എൻ്റെ പിന്നാലെ വരിക. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് നീ ചെയ്തെടുക്കുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞ് സംഭവിച്ചത് വാസ്തവമെന്ന് അവൻ ദർശനം കാണുന്നു. അവർ 1-ാം കാവലും 2-ാമത്തെ
രണ്ടാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി അവർക്ക് അത് സ്വതവേ തുറന്നു കൊടുത്തു. ഈ ദിവസങ്ങളിൽ ദൈവജനമേ, നിനക്ക് വേണ്ടി ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറയുന്ന വാതിലുകൾ നിനക്കത് സ്വതവേ ദൈവം തുറക്കും. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, നീ കണ്ട ദർശനത്തിന് മേൽ ദൈവത്തിനൊരു പ്രവൃത്തി എന്നിലൂടെയും നിന്നിലൂടെയും ദൈവത്തിന് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ആ ഇരുമ്പ് വാതിലാണ് സ്വതവേ തുറക്കുവാൻ. ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നാണ് പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ഇടയായത്. ദൈവജയം ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.